ഹലോ, സിന്ദൂരപ്പൊട്ടിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോ നീലനെ കൊണ്ട് ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്യാമു. അവരോട് ചോദിക്കുന്നുണ്ട്, ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഇങ്ങനെ ക്ഷേത്രത്തിൽ വന്നിട്ട് നിന്റെ കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കാൻ നിനക്ക് എങ്ങനെയാ സാധിച്ചത്? കുറച്ചുപോലും നിന്റെ മനസ്സിൽ നിനക്ക് കുറ്റബോധം തോന്നിയില്ലേ? ഇല്ല ശ്യാം, അങ്ങനെയല്ല അങ്ങനെയല്ല എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നീല ശ്രമിക്കുന്നുണ്ടെങ്കിലും ശ്യാമിന്റെ ചോദ്യങ്ങൾക്കും കൂരമ്പുകൾക്കും മുൻപിൽ മറുപടി പറയാനാവാതെ നിൽക്കേണ്ട അവസ്ഥ തന്നെയാണ് അവർക്ക് രണ്ടുപേർക്കും. ഡെക്കിനാണെങ്കിൽ ഈ കാര്യമൊന്നും മനസ്സിലാവുന്നില്ല. എടാ നീലകണ്ഠ, എന്തൊക്കെയാടാ ഇവനീ പറയുന്നത്? എനിക്ക് കാര്യമൊന്നും മനസ്സിലാവുന്നില്ലടാ. ഡാ അളിയ, നീ ഒന്നും മിണ്ടാതിരിക്ക്. നീലൻ അവനോട് പറയാണ്. അതുപോലെ തന്നെ ശ്യാമും പറയുന്നുണ്ട്, ഏട്ടാ നിങ്ങളൊന്നും മിണ്ടാതെ നിൽക്ക്. അതിനുശേഷം ശ്യാമ അവനോട് ചോദിക്കുകയാണ്, സൗപർണികയെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കിയില്ലായിരുന്നെങ്കിൽ നിങ്ങളിത് മരണം വരെ എന്നോട് മറച്ചു പിടിക്കുമായിരുന്നു അല്ലേ? അവസാനം എന്തു പറയാണ്, ശ്യാം ഈ ഒരു കാര്യത്തിൽ നീ നീലേട്ടനോട് ദേഷ്യപ്പെടുന്നതിൽ യാതൊരു കാര്യവുമില്ല. ആ, പറ കേക്കട്ടെ. സൗപർണിക ഈ കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടി തീരുമാനിച്ചതാണ്. ആ, എന്നിട്ട്? പക്ഷേ ഞാനാണ് ഇപ്പോൾ പറയേണ്ട എന്ന് പറഞ്ഞിട്ട് അവളെ തടഞ്ഞേ. എന്നിട്ട്? അതിന് എന്താ കാരണമെന്ന് ദയവ് ചെയ്ത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഓ, കാരണമുണ്ടോ? ശരി, എന്താ കാരണം കേക്കട്ടെ. സത്യം അറിഞ്ഞാൽ ഞാൻ അവളെ ഒഴിവാക്കിയിട്ട് പൊയ്ക്കളയും. അതുകൊണ്ട് പോകുന്നിടത്തോളം ഇങ്ങനെ പോട്ടെ, അതല്ലേ ഉദ്ദേശിച്ചത്? ശ്യാമിന്റെ മറുപടി കേട്ടപ്പോ ഒന്നും പറയാനാവാതെ നിൽക്കുകയാണ് ഇന്ദു. അതിനുശേഷം ശ്യാം പറയുന്നുണ്ട്, നീലകണ്ഠനെ വേണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണത്തിന്റെ പേരിൽ ഞാൻ മാപ്പ് കൊടുക്കും. പക്ഷെ നിനക്ക് നിനക്ക് ഞാൻ ഒരിക്കലും മാപ്പ് തരില്ല ഇന്ദു. നിന്നെ ഞാൻ എൻ്റെ കൂടെ പിറന്ന സഹോദരി പോലെയല്ലേ കണ്ടത്. ഈ കുടുംബം എന്നോട് സത്യം പറഞ്ഞിട്ടില്ലെങ്കിലും ക്ഷമിക്കാം. പക്ഷേ നിനക്ക് അനന്തുവിന്റെ കൂടെയുള്ള കാലം മുഴുവൻ എന്നെ അറിയായിരുന്നില്ലേ? അവനെ പരിചയപ്പെട്ട കാലം തൊട്ട് നിനക്കെന്നെ നന്നായിട്ട് അറിയാവുന്നതല്ലേ? ഈ കുടുംബം നിന്നെ മനസ്സിലാക്കുന്നതിന് മുമ്പ് ഞാൻ നിന്നെ സഹോദരി എന്നല്ലേ വിളിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരു പ്രാവശ്യം പോലും അതിനെക്കുറിച്ച് നീ ചിന്തിച്ചില്ല അല്ലേ? സൗപർണികയെ പറ്റിയ എല്ലാ സത്യങ്ങളും നിങ്ങൾ അറിഞ്ഞതിന് ശേഷവും ഒരു 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 തവണ പോലും നിങ്ങൾക്ക് ആർക്കും എന്നോടത് പറയണമെന്ന് പോലും തോന്നിയില്ല അല്ലേ? അയ്യോ ശ്യാം, അങ്ങനെയല്ല. ഇന്ദു പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ശ്യാം അവളെ തടയാണ്. മതി ഇന്ദു, മതി. നിങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ കുടുംബത്തിനെ മുഴുവൻ ഞാൻ ഒറ്റപ്പെടുത്തിയിട്ട് എൻ്റെ അച്ഛനെയും അമ്മയും വരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ട് നിങ്ങളുടെ വീട്ടിൽ വന്ന് കിടന്നിട്ട് ഈ നാട്ടുകാർ മുഴുവൻ എന്നെക്കുറിച്ച് കളിയാക്കുന്നത് കേട്ടിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ജീവിതം മൊത്തം ഞാൻ ഓടി തീർത്തിട്ടും നിങ്ങൾ എന്നോട് തിരിച്ചു കാണിച്ച നന്ദി ഇതായിരുന്നല്ലേ ഇന്ദു? ഇല്ല ശ്യാം, നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. മിണ്ടരുത്. ഇനി മിണ്ടരുത്. അവൻ കരഞ്ഞുകൊണ്ട് അവന്റെ ദേഷ്യത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണ്. സൗപർണികയെ നിങ്ങളുടെ അനിയത്തിയായിട്ട് കണ്ടതല്ലാതെ എന്നെ നിങ്ങളുടെ അനിയനായിട്ട് നിങ്ങൾ കണ്ടിട്ടില്ല അല്ലേ? അവരെ വിട്. ഒരുപക്ഷെ പെണ്ണിന്റെ വീട്ടുകാർക്ക് പറയാൻ പറ്റിയില്ലെന്ന് വരാം. പക്ഷെ നിങ്ങൾക്ക്, അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഒരു തവണ എന്നോട് ഈ കാര്യം പറഞ്ഞിരുന്നെങ്കിൽ ആരുടെ ഭാഗത്താ ശരി, ആരുടെ ഭാഗത്താ ന്യായം എന്നെങ്കിലും എനിക്കൊന്ന് കണ്ടുപിടിക്കാനുള്ള അവസരങ്ങൾ കിട്ടുമായിരുന്നില്ലേ? അറ്റ്ലീസ്റ്റ് ഞാനത് മനസ്സിലാക്കിയിട്ട് ഇങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കിയെങ്കിൽ എൻ്റെ ജീവിതത്തെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാനെങ്കിലും ശ്രമിക്കുകയായിരുന്നില്ലേ? പക്ഷെ ഇന്ന് ഈ കാര്യം ഞാൻ അറിഞ്ഞ വിധം തന്നെ വേറെയാണ്. ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയെക്കുറിച്ച് മൂന്നാമതൊരാളുടെ വായിൽ നിന്നും കേൾക്കുന്നതിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്ക്. രാധിക മറിഞ്ഞു നിന്ന് ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. ഇനി ഒരു പക്ഷെ തൻ്റെ പേരവൻ പറയുമോ എന്ന് കരുതിയിട്ട്. അപ്പോൾ ശ്യാമ് പറയുന്നുണ്ട്, എന്താണോ കേൾക്കാൻ പാടില്ലാത്തത് അത് കേട്ടു. ഇന്ദുവും നീലനും അവനെ എങ്ങനെ സമാധാനിപ്പിക്കണം എന്നറിയാതെ നിൽക്കുകയാണ്. എൻ്റെ മനസ്സിന്റെ വിഷമം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അവന്റെ മനസ്സിന്റെ വിഷമം അവർക്ക് ഊഹിക്കാൻ പറ്റുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ പറയുന്നതിനൊന്നും ആരും തിരിച്ച് അവനെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഒന്നും സംസാരിക്കുന്നില്ല. ശ്യാമാണെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ അവന്റെ സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അവൻ ഇന്ദുവിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾക്കാണ് ജീവിതത്തിൽ സംഭവിച്ചതെങ്കിൽ നിങ്ങളത് നീലനോട് മറക്കുമായിരുന്നോ? അത് കേട്ട സമയത്ത് ഇന്ദുവും നീലനും ഒരുപോലെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. പറയുമായിരുന്നു, കാരണം നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ സൗപർണികയുടെ ജീവിതത്തിന് മേൽ നിങ്ങൾക്ക് സ്നേഹവും അതുപോലെ അവളെക്കുറിച്ച് നിങ്ങൾക്കൊരു കരുതലും ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളത് എന്തെങ്കിലും ഞാൻ അറിയും, അല്ലെങ്കിൽ ഒരു കാലത്ത് ഇത് ശ്യാം അറിയും. അന്ന് അവളുടെ വിവാഹ ജീവിതം തകർന്നു പോകുമെന്ന് കരുതിയിട്ട് സത്യങ്ങൾ എന്നെ അറിയിക്കാൻ ശ്രമിക്കുമായിരുന്നു. അവൻ തന്നെ പൊട്ടിത്തെറിച്ച് അവൻ്റെ മനസ്സിലുള്ള ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ദു പറയുന്നുണ്ട്, ശ്യാം ഞാൻ പറയുന്നത് ദയവ് ചെയ്ത് നിങ്ങളൊന്ന് കേൾക്ക്. അയ്യോ, ഇനി നിങ്ങൾ ഒന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കാൻ ആഗ്രഹവും ഇല്ല. ശ്യാം ദയവ് ചെയ്ത് നിങ്ങളൊന്ന് കേൾക്ക്. നീലകണ്ഠനും അവനോട് യാചിക്കുകയാണ്. എല്ലാം അവസാനിച്ചു. ഇനി എനിക്കും സൗപർണികയ്ക്കും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല.
ശ്യാം, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇന്ദു ചോദിക്കുകയാണ്. ഈ നിമിഷം മുതൽ അവളേതോ ഞാൻ ഏതോ. ശ്യാം, ഇങ്ങനെയൊന്നും സംസാരിക്കല്ലേ. ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കി. ഞാൻ നിങ്ങളെ തൊഴുതുകൊണ്ട് പറയാം. അപ്പൊ ദേഷ്യത്തോടെ അവൻ പറയാണ്, ഇപ്പൊ പറഞ്ഞിട്ട് ഒരു പ്രയോജനവും ഇല്ല. ഇതൊക്കെ നിങ്ങൾ മുൻപ് തന്നെ ആലോചിക്കേണ്ടതായിരുന്നു. ആ സമയത്ത് അവിടെ മറഞ്ഞു നിന്നുകൊണ്ടിരുന്ന രാധിക ചിന്തിക്കുകയാണ്, ഓഹോ, അപ്പോ ഇവളുടെ താലി എന്നോ എവിടെയോ അഴിഞ്ഞു വീണതാണ്. അങ്ങനെ ആരും അറിയാതെ ഇവള് വീണ്ടും കള്ളക്കല്യാണം നടത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് അല്ലേ? നിക്കടി, നിനക്കുള്ള പണി ഞാൻ തരാം എന്നും പറഞ്ഞിട്ട് നേരെ വാസന്തിയെ വിളിച്ച് സംഭവിച്ച കാര്യങ്ങളും ക്ഷേത്രത്തിലേക്ക് വരാനും പറഞ്ഞു കൊടുക്കുകയാണ്. ആ സമയത്ത് ക്ഷേത്രത്തിൽ സൗപർണികയും രുക്മിണിയും അതുപോലെ തന്നെ രാജേശ്വരി എത്തിയിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഇന്ദുവും നീലനുമായിട്ട് വാഗ്വാദത്തിൽ തന്നെയാണ് ശ്യാം ഉള്ളത്. ഡെക്ക അവർക്കിടയിൽ നിന്നിട്ട് പ്രശ്നം പരിഹരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനൊന്നും ഒരു വിലയും കൊടുക്കാതെയാണ് ശ്യാം സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഇവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. അപ്പോഴേക്കും ഇന്ദുവും നീലനും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, ഞങ്ങൾ പറയുന്നത് ക്ഷമയോടെ കേൾക്കുന്നൊക്കെ. അതൊന്നും അയാൾ ശ്രദ്ധിക്കുന്നതേ ഇല്ല. അപ്പോഴേക്കും സൗപർണികയും രുക്മിണിയൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പ്ലീസ് ശ്യാം, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്, ഒന്ന് ക്ഷമയോടെ ഞാൻ പറയുന്നത് കേൾക്ക് എന്നൊക്കെ സൗപർണിക അവന്റെ കൈപിടിച്ച് യാചിക്കുകയാണ്. അവളുടെ കൈ തട്ടി മാറ്റിക്കൊണ്ട് ദേഷ്യത്തോടെ അവൻ പറയാണ്, കൈയെടുക്ക്. നിനക്കും എനിക്കും തമ്മിൽ ഇനി യാതൊരു ബന്ധവും ഇല്ലെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടല്ലേ വന്നത്. പിന്നെ എന്തിനാ വീണ്ടും എന്റെ പിന്നാലെ വന്നിട്ട് എന്റെ കൈ പിടിച്ചിട്ട് നീ കെഞ്ചുന്നത്? സൗപർണിക മറുപടി ഒന്നും പറയാതെ കരയാണ്. അപ്പൊ രുക്മിണി ശ്യാമിനോട് പറയുന്നുണ്ട്, മോനെ, എന്താ സംഭവിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എന്താ സംഭവിച്ചതെന്ന് ദയവ് ചെയ്ത് ഒന്ന് പറഞ്ഞു തരാമോ? അത് കേട്ടപ്പോ ശ്യാമിന് ഒന്നുകൂടെ പരിഹസിക്കാനാണ് തോന്നുന്നത്. ആഹാ, കൊള്ളാലോ, ഒന്നും അറിയാത്ത പോലെയാണല്ലോ നിങ്ങളുടെ ചോദ്യം. ശ്യാമിന്റെ അങ്ങനെ ഒരു മാറ്റം ശരിക്കും രുക്മിണിയെ അമ്പരപ്പിക്കുന്നുണ്ടായിരുന്നു. കാരണം ഇത്രയും കാലം അവരോട് അത്രയും സ്നേഹത്തോടെയാണ് അവൻ പെരുമാറിയിട്ടുണ്ടായിരുന്നത്. എന്താ ഇത്രയും കാലം നിങ്ങളുടെ മകളുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളൊന്നും നിങ്ങളുടെ മകള് നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? രുക്മിണിക്കൊന്നും മനസ്സിലാവുന്നില്ല. അവര് ഈ സൗപർണികയെ നോക്കുവാണ്. അവള് തലതാഴ്ത്തി നിൽക്കുന്നുണ്ട്. അപ്പൊ ശ്യാമു വീണ്ടും ചോദിക്കാണ്, പിന്നെ അതും അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട മരുമകള് അവളും നിങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ലേ? അപ്പൊ രുക്മിണി ഇന്ദുവിനെ നോക്കുന്നുണ്ട്. ചുമ്മാ ഒന്നും അറിയാത്തതുപോലെ അഭിനയിക്കല്ല അമ്മ. സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല മോനെ. രുക്മിണി നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയാണ്. ദയവ് ചെയ്ത് എന്താ സംഭവിച്ചതെന്ന് നിങ്ങളെന്തെങ്കിലും എനിക്കൊന്ന് പറഞ്ഞു തരൂ. ആഹാ, കൊള്ളാലോ, നിങ്ങളുടെ മോളെക്കാളും നന്നായിട്ട് നിങ്ങൾ അഭിനയിക്കുന്നുണ്ടല്ലോ. അപ്പോ ഇന്ദു പിന്നിൽ നിന്ന് വിളിച്ചു പറയാണ്, ശ്യാം, സത്യമായിട്ടും അമ്മയ്ക്കൊന്നും അറിയില്ല. ഈ കാര്യം ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. ആഹാ, എങ്കിൽ നന്നായിട്ടുണ്ട്. അപ്പൊ രുക്മിണിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. അവരിങ്ങനെ ചുറ്റിനും നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. എങ്കിൽ ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കാം. അവര് പ്രസവിച്ച അവരുടെ മകളുടെ അഭിമാനം, അവളുടെ ജീവിതശൈലി എന്താന്നൊക്കെ അമ്മയോ അറിയണല്ലോ. രുക്മിണിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ ശ്യാമു തന്നെ രുക്മിണിക്ക് അറിയാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ജയദേവന്റെ കൂടെ പോയതിനു ശേഷം സൗപർണിക പ്രഗ്നന്റ് ആയതും പിന്നീട് അത് അബോർഷൻ ചെയ്യാൻ പോയ സമയത്ത് അബോർട്ട് ചെയ്യാതെ തിരിച്ചു വന്നതും വരുന്ന വഴിക്ക് ആക്സിഡന്റ് ആയിട്ട് തന്നെ ഗർഭം അലസിപ്പോയതും അങ്ങനെ സംഭവിച്ച കാര്യങ്ങളൊക്കെ അവനാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഓരോന്നും കേൾക്കുന്തോറും രുക്മിണി ശരിക്കും ഷോക്കായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരൊരിക്കലും അറിയുന്നില്ലായിരുന്നില്ല തൻ്റെ മകളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന്. രാജേശ്വരിയും ഇന്ദുവാണ് അതിന് കൂട്ടുന്നതെന്നൊക്കെ അറിഞ്ഞപ്പോൾ രാജേശ്വരിയൊക്കെ അതിശയത്തോടു കൂടിയാണ് അവർ നോക്കുന്നത്. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഇതുവരെ തന്നോട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ എന്നൊരു നോട്ടം. അതുകൊണ്ട് തന്നെ രാജേശ്വരിയും ഒരു കുറ്റവാളിയെ പോലെ തലതാഴ്ത്തി നിൽക്കുകയാണ്. പിന്നീട് കാട്ടിൽ സംഭവിച്ചത് വരെയുള്ള മുഴുവൻ കാര്യങ്ങളും രുക്മിണിയോട് പറഞ്ഞു കൊടുക്കുകയാണ് ശ്യാമു. ഒക്കെ കേട്ടതിന് ശേഷം അവര് തിരിഞ്ഞ് സൗപർണികയോട് ചോദിക്കുകയാണ്, എടി ദുഷ്ടേ, മഹാപാപി, എന്തൊക്കെയാണ് നീ ചെയ്തു കൂട്ടിയത്? പണത്തിന് മാത്രമേ നമുക്ക് കുറവുണ്ടായിരുന്നുള്ളൂ, പക്ഷെ അഭിമാനത്തിൽ നമ്മൾ സന്തോഷത്തോടു കൂടി തന്നെയായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയുള്ളപ്പോ എന്തൊക്കെയാണ് നീ ചെയ്തു കൂട്ടിയത്? ഇല്ല അമ്മ, അവളിങ്ങനെ കരഞ്ഞോട് പറയാണ്. അവർക്ക് അവരുടെ വിഷമം സഹിക്കാനാവുന്നുണ്ടായിരുന്നില്ല. ശ്യാമിനെ പോലെ തന്നെ അവരും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ദേഷ്യത്തിനും എൻ്റെ സങ്കടത്തിനും എനിക്ക് ജനിച്ച മകൾ ഇങ്ങനെ ആയിപ്പോയല്ലേ എന്നൊക്കെ അവരിങ്ങനെ പദം പറയുന്നുണ്ടായിരുന്നു. ഇന്ദുവിനും അമ്മയുടെ ആ ഒരു അവസ്ഥ കണ്ടപ്പോൾ വിഷമം തോന്നുവാണ്. നിന്നെ ഞാൻ എന്നും പറഞ്ഞിട്ട് അവർ സൗവർണികയെ തല്ലുന്നുണ്ട്. ആരും അവരെ തടയാൻ പോകുന്നില്ല. സംസാരത്തിലൂടെ ഇന്ദുവും നീലനും ഒക്കെ വേണ്ട എന്നൊക്കെ പറയുന്നു എന്നല്ലാതെ. അപ്പോ കരഞ്ഞുകൊണ്ട് രുക്മിണി പറയാണ്, ഇവൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടാവും ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല മോനെ. അവർ ശ്യാമിനോടാണ് സംസാരിക്കുന്നത്. അതിനുശേഷം രുക്മിണി കരഞ്ഞുകൊണ്ട് തന്നെ ദേഷ്യത്തോടെ മകളോട് സംസാരിക്കുകയാണ്. എടി, കല്യാണം കഴിച്ച ഭർത്താവിനോട് സംഭവിച്ച കാര്യങ്ങളും ജീവിതത്തിലെ തെറ്റുകളൊക്കെ പറഞ്ഞ് മാപ്പ് അപേക്ഷിക്കണം. പക്ഷേ പോകെ നീ ശരിയായിട്ട് വരുന്നു ഞാൻ തെറ്റിദ്ധരിച്ചു. അതാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. ഇപ്പോൾ വന്ന് കുടുംബത്തിന്റെ മൊത്തം അഭിമാനവും കളഞ്ഞ്
നടു റോട്ടിൽ വന്ന് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണല്ലോടി മഹാപാപി നീ. അപ്പൊ ശ്യാം കളിയാക്കിക്കൊണ്ട് പറയാണ്, ആഹാ നന്നായിട്ടുണ്ട്, കുടുംബം മൊത്തം നല്ല അഭിനേതാക്കളാണെന്ന് മനസ്സിലാക്കി തന്നു. ഇനി കൂടുതലായിട്ടൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട, നിങ്ങളെല്ലാവരും ചെയ്യുന്ന ജോലിയൊക്കെ നിർത്തിയിട്ട് അഭിനയിക്കാൻ പോയിക്കോ. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും സൂപ്പറായിട്ട് വരും. ശ്യാം ഇങ്ങനെ പരിഹസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിനൊന്നും മറുപടി പറയാനാവാതെ രുക്മിണി ഉൾപ്പെടെ എല്ലാവരും കരഞ്ഞോണ്ട് നിൽക്കുകയാണ്. രുക്മിണിക്ക് വലിയ അപമാനം തോന്നുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ശ്യാം പരിഹാസത്തോടെ ചോദിക്കുകയാണ്, ഒരു വീട്ടിൽ താമസിച്ചിട്ട് നിങ്ങളുടെ മകൾ ഈ ചെയ്തു കൂട്ടിയതൊന്നും നിങ്ങൾ അറിഞ്ഞിട്ടില്ലെന്ന് എന്നോട് വിശ്വസിക്കാൻ പറയാണോ? ഇല്ല മോനെ, സത്യമായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു. ആഹാ, നാട് മുഴുവൻ അറിഞ്ഞു, പക്ഷെ നിങ്ങൾ മാത്രമേ അറിയാതെയുള്ളൂ അല്ലേ? രുക്മിണി കരഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും അറിയില്ല എന്ന് പറയാണ്. അപ്പോൾ ശ്യാം അവസാനം പറയുന്നുണ്ട്, ശരി, ഇതിൽ ആർക്കറിയാം അറിയില്ല എന്ന് ചോദിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാനാ പോകുന്നത്? അത് കേട്ടപ്പോ രുക്മിണി ഇങ്ങനെ പേടിയോടെ നിൽക്കുകയാണ്, ശ്യാമിന്റെ തീരുമാനം എന്താണെന്ന് അറിയാതെ. ആ സമയത്ത് രാധികയാണെങ്കിൽ മാമിയെ കാത്തു നിന്ന് ദേഷ്യത്തോടെ അവിടെ നിന്ന് മാറുന്നുണ്ടായിരുന്നു. ആ സമയത്ത് എല്ലാവരും തൊഴുതുകൊണ്ട് ശ്യാം പറയാണ്, മതി അമ്മ മതി, നിങ്ങളെല്ലാവരും എനിക്ക് തന്ന ശിക്ഷ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. അവസാനം എല്ലാവരും കേൾക്കെ അവൻ പറയാണ്, ഈ നിമിഷം മുതൽ എനിക്കും സൗപർണികയ്ക്കും ഒരു ബന്ധവും ഉണ്ടായിരിക്കുന്നതല്ല. അത് കേട്ട് സൗപർണിക ഉൾപ്പെടെ എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. അപ്പോഴേക്കും വാസന്തി ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. വാസന്തിയെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് രാധിക പോയത്. അവൾ അവരുടെ കൈയും പിടിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ്. ആ സമയത്ത് ശ്യാം പറയുന്നുണ്ട്, ഇനി സൗപർണികയും ഞാനും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടായിരിക്കുന്നതല്ല. ഇനി ആരും എനിക്ക് പിന്നാലെ വരരുത്. ആ സമയത്ത് അവന്റെ കൈ പിടിച്ച് കരഞ്ഞുകൊണ്ട് യാചിക്കുകയാണ്, ശ്യാം അങ്ങനെ പറയല്ലേ, ദയവ് ചെയ്ത് എന്നെ വിട്ടു പോവല്ലേ. രാധിക മാമിയെ കൂട്ടിയിട്ട് അവരുള്ളിടത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ശ്യാം സൗപർണികയുടെ കൈ തട്ടി മാറ്റിയിട്ട് പറയുന്നുണ്ട്, കൈ വിട്, അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് മാമി തന്നെ നേരിട്ടൊന്ന് നോക്ക്. ഒന്നിനും മറുപടി പറയാനാവാതെ ഇന്ദുവും നീലനൊക്കെ തലതാഴ്ത്തി നിൽക്കുകയാണ്. പക്ഷെ വാസന്തിയുടെ കണ്ണിൽ ആദ്യം കണ്ട കാഴ്ച നവവരനെ പോലെ നിൽക്കുന്ന നീലനെയും അതുപോലെ അവന്റെ താലി സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുന്ന ഇന്ദുവിനെയാണ്. അവരിങ്ങനെ അന്താളിച്ച് നിൽക്കുകയാണ്. ആ സമയത്ത് ശ്യാം പരിഹാസത്തോടെ സൗപർണികയോട് ചോദിക്കുന്നുണ്ട്, നിനക്കൊക്കെ പേരിനൊരു ഭർത്താവ് വേണം അല്ലേ? പേരിന് പിന്നാലെ ഇനീഷ്യലായിട്ട് കൂട്ടിച്ചേർക്കാൻ ഒരുത്തൻ മാത്രം. ഇനീഷ്യലായിട്ട് ഒരുത്തനെ വെച്ചിട്ട് അതിന് പിന്നിൽ വെച്ചിട്ട് നിങ്ങൾ എന്ത് തെറ്റ് വേണമെങ്കിലും ചെയ്യും. ഇങ്ങനെ അപമാനിച്ച് പരിഹസിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതൊക്കെ കേട്ടിട്ട് രുക്മിണി ഇങ്ങനെ തൊലി ഉരിഞ്ഞിട്ട് നിൽക്കുകയാണ്. കാരണം പണം ഇല്ലെങ്കിലും അവർക്ക് അഭിമാനം വിട്ട് കളിക്കുന്നത് തീരെ ഇഷ്ടമുണ്ടായിരുന്ന കാര്യമല്ല. അപ്പോ ചുറ്റിലും നോക്കിക്കൊണ്ട് ശ്യാം ഇങ്ങനെ പറയാണ്, അതുമല്ല എന്നെ പോലെ ആരും ചോദിക്കാനും പറയാനും വരാത്ത ഒരുത്തനാണെങ്കിൽ പിന്നെ പറയേ വേണ്ട, സന്തോഷം. എവിടെ വേണേലും പോവാം, എന്ത് വേണേലും ചെയ്യാം, ആരുടെ കൂടെ വേണേലെങ്കിലും ചുറ്റാം, ഏതെങ്കിലും ഒരുത്തൻ്റെ കുഞ്ഞിനെ ഗർഭിണിയാവാം, അതിനുശേഷം ആരും അറിയാതെ നശിപ്പിക്കാം അല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പരിഹസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപമാന ഭാരത്തോടു കൂടി നിൽക്കുകയാണ് രുക്മിണിയും കുടുംബവും. അങ്ങനെയല്ല ശ്യാം, അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് സൗപർണിക സ്വയം ന്യായീകരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എടി, നിനക്ക് അവനെയാണ് ഇഷ്ടമെങ്കിൽ, അവൻ്റെ കൂടെ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നിനക്ക് ഒരു പ്രാവശ്യം അതൊന്ന് പറഞ്ഞുകൂടായിരുന്നോ? ആദ്യത്തെ കല്യാണത്തിന് ഒളിച്ചോടി പോയതുപോലെ ഞാൻ താലി കെട്ടാൻ വന്ന സമയത്ത് നിനക്ക് ഓടിപ്പോയിക്കൂടായിരുന്നോ? ഇനി അതും അല്ലെങ്കിൽ നിനക്ക് എന്നെ തനിച്ചൊന്ന് വിളിച്ചിട്ട് ഒരു വാക്ക് എന്നോടൊന്ന് പറഞ്ഞുകൂടായിരുന്നോ? അതിനൊന്നും മറുപടി പറയാനില്ലാതെ തല താഴ്ത്തിയിട്ട് ഉരുകി ഉരുകി നിൽക്കുകയാണ് സൗപർണിക. അവൾ കരഞ്ഞു മതിയായിട്ടുണ്ടായിരുന്നു. എന്തിനാണ് ഇങ്ങനെ നാണം കെട്ട് ജീവിക്കുന്നത്? ശ്യാം ഇങ്ങനെ അപമാനിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ സമയമായപ്പോഴേക്കും ഇന്ദുവിന്റെ ദേഷ്യം കൂടിയിട്ടുണ്ടായിരുന്നു. അവൾ അട്ടഹസിച്ച് പറയാണ്, നിർത്ത് ശ്യാം, ഞാൻ ഒരുപാട് നേരമായി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. ഞങ്ങൾ എന്താ സംഭവിച്ചതെന്ന് പറയാന്ന് പറഞ്ഞതല്ലേ. ഒരു 5 മിനിറ്റ് ഒന്ന് ചെവി തന്നിട്ട് അത് കേൾക്കാൻ നിനക്ക് തോന്നുന്നില്ലേ? നിങ്ങളോട് മുൻപ് ഈ കാര്യങ്ങൾ പറയാതിരുന്നതൊക്കെ തെറ്റ് തന്നെയാണ്. പക്ഷേ ഇപ്പൊ എങ്ങനെ ഇത് നിങ്ങൾ അറിഞ്ഞത് എനിക്കറിയില്ല. ശ്യാം കുറച്ചൊരു സമാധാനത്തോടു കൂടി ഇത്തവണ ഇന്ദു പറയുന്നത് കേട്ട് നിൽക്കുകയാണ്. പക്ഷെ അതും അവിടെ ഇവിടെയും തൊടാതെ പകുതിക്ക് കേട്ടുകൊണ്ട് നിങ്ങൾ വായിൽ വന്ന തെറ്റുകളൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ പറഞ്ഞത് കേട്ടിട്ട് വന്നിട്ട് ഇങ്ങനെ എല്ലാവരും വായിക്ക് വന്നതും പറയാതെ ശ്യാം. സൗപർണിക കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. കണ്ണുകൊണ്ട് കണ്ടതും തെറ്റാണ്, കാതുകൊണ്ട് കേട്ടതും തെറ്റാണ്. പക്ഷെ നീ തന്നെ അറിഞ്ഞ കാര്യങ്ങൾ മാത്രമേ നീ വിശ്വസിക്കാവൂ എന്ന് കേട്ടിട്ടില്ലേ? ആദ്യം എന്താ സംഭവിച്ചെന്ന് ഒന്ന് ക്ഷമയോടെ കേൾക്ക്, അതിനുശേഷം ഇതുപോലെ സംസാരിക്ക്. നിങ്ങളിപ്പോ ഇത്രയും കാര്യമായിട്ട് ഗൗരവത്തോടെ സംസാരിച്ച ഈ കാര്യങ്ങളൊന്നും നിങ്ങളുടെ കല്യാണത്തിന് ശേഷം നടന്ന കാര്യങ്ങളല്ല. അവള് കല്യാണത്തിന് മുമ്പ് ഒരുത്തനെ പ്രണയിച്ച് അവന്റെ കൂടെ ഒളിച്ചോടി പോയിട്ട് അവിടെ വെച്ച് നമ്മൾ എല്ലാവരും ചേർന്ന് അവളെ തിരിച്ചു കൂട്ടിക്കൊണ്ടു വന്നത് നിനക്ക് തന്നെ നന്നായിട്ട് അറിയാവുന്ന കാര്യമല്ലേ? അത് ശ്യാമിന് അറിയാവുന്ന കാര്യമായതുകൊണ്ട് അവനൊന്നും പറയുന്നില്ല.
ആ മഹാപാപി ഇവള് പോലും അറിയാതെ ഇവൾക്ക് മയക്കുമരുന്ന് കൊടുത്തിട്ട് അങ്ങനെ ഒരു ദ്രോഹം ഇവളോട് ചെയ്തത്. അത് കേട്ടപ്പോൾ ശ്യാമ ശരിക്കും ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ഇന്ദു പറയുന്നത് കേട്ടിട്ട് ആകെ എല്ലാവരും ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. സൗപർണികയ്ക്ക് പോലും അറിയാതെ അവൾക്ക് കിട്ടിയ ആ ഒരു ശിക്ഷയ്ക്ക് അവൾ എന്ത് തെറ്റാ ചെയ്തത്? അതിനെങ്ങനെ അവള് കുറ്റക്കാരിയാവും? അങ്ങനെ സംഭവിച്ചതിനുണ്ടായ ആ കുഞ്ഞിനെ എന്ത് ചെയ്യണമെന്ന് ഞങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്ന ആ സമയത്താണ് ഒരു ആക്സിഡന്റിൽ ആ കുഞ്ഞ് തന്നെ നശിച്ചു പോയത്. സംഭവിച്ച കാര്യങ്ങളൊക്കെ സത്യസന്ധമായിട്ട് ഇന്ദു ശ്യാമിനും മറ്റുള്ളവർക്കും കേൾക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുകയാണ്. ശരി, അതിന്റെ വിധി അതായിരിക്കും എന്ന് കരുതിയിട്ട് സംഭവിച്ച കാര്യങ്ങളൊക്കെ ഞങ്ങൾ തന്നെ അപ്പാടെ അങ്ങനെ മറന്നു കളഞ്ഞു. ഒന്നും മറുത്തു പറയാതെ ശ്യാം കേട്ട് നിൽക്കുകയാണ്. പക്ഷെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരവസ്ഥയെ പോലും നിങ്ങൾക്ക് വിശ്വാസവഞ്ചന സൗപർണിക നിങ്ങളോട് കാണിച്ചിട്ടില്ല. സൗപർണിക കണ്ണുനീരടക്കാൻ പാടുപെടുകയാണ്. അവളുടെ മനസ്സ് മുഴുവൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ ശ്യാം. അവള് പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ടാണ് ഓരോന്ന് കേട്ടു നിൽക്കുന്നത്. അവളുടെ ജീവിതത്തിൽ സംഭവിച്ച വിപത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ശ്യാമും സമാധാനത്തോടു കൂടിയാണ് കാര്യങ്ങൾ കേൾക്കുന്നത്. ഓരോ പ്രാവശ്യവും അവൾ വന്നിട്ട് നിങ്ങളോട് ഇക്കാര്യം പറയട്ടെ പറയട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഞാനാണ് ക്ഷമയോടെ സമാധാനത്തോടെ പറയാമെന്ന് പറഞ്ഞിട്ട് അവളെ പറഞ്ഞു വിട്ടുകൊണ്ടേയിരുന്നത്. ഇത്രയും നാളുകൾക്ക് ശേഷവും ആ റാസ്കൽ തേടി വന്നിട്ട് ഇവളെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. എല്ലാ വിഷമങ്ങളും മനസ്സിൽ തന്നെ വെച്ചിട്ട് ആരോടും പറയാനാവാതെ സ്വയം നീറി അവൾ എത്രത്തോളം വേദനിച്ചിട്ടുണ്ടാവുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ? അതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അതൊക്കെ കേട്ടപ്പോൾ ശ്യാം ഒന്നും പറയാനാവാതെ നിൽക്കുകയാണ്. അന്ന് കാട്ടിൽ വന്നിട്ട് അവൻ ഭീഷണിപ്പെടുത്തിയ സമയത്താണ് ഇത്രയും കാലം ഇവളെ ഭീഷണിപ്പെടുത്തിയിട്ട് അവൻ ഇവളോട് പണം വാങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള സത്യം ഞങ്ങൾ തിരിച്ചറിഞ്ഞത്. അതിനുശേഷം സമാധാനത്തോടു കൂടി ഈ കാര്യം നിങ്ങളോട് പറയാമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് ആരോ തെറ്റായ രീതിയിൽ ഈ വിവരം നിങ്ങളെ ധരിപ്പിച്ചത്. സംഭവിച്ച കാര്യങ്ങളൊക്കെ ഇന്ദു വിശദമായി പറഞ്ഞു കൊടുക്കുകയാണ്. രാധികയ്ക്ക് ചെറിയൊരു പേടിയുണ്ടായിരുന്നു, ഇനിയൊരു പക്ഷേ ശ്യാം തൻ്റെ പേര് പറയുമെന്നൊക്കെ. ഈ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചൊന്നും കാണിച്ചു തരാൻ ഞങ്ങളുടെ കയ്യിൽ ഒരു വീഡിയോ പ്രൂഫും ഇല്ല ശ്യാം. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിച്ചേ മതിയാവൂ. ഇന്ദു ഘോരം സംസാരിച്ചു കൊണ്ടിരിക്കെ വാസന്തി പെട്ടെന്ന് ദേഷ്യത്തോട് പറയാണ്, ഡി നിർത്തടി. അപ്പോഴാണ് വാസന്തി അവിടെ നിൽക്കുന്നതും അവർ തന്നെ ഇങ്ങനെ ഒരു വേഷത്തിൽ കാണുന്നതും ഇന്ദു ശ്രദ്ധിക്കുന്നത്. അവൾ പേടിച്ചുകൊണ്ട് അവരെ നോക്കി നിൽക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.